എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഈ കറൻസി നോട്ടുകൾക്ക് പിന്നിൽ ഇത്രയധികം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് എൻ്റെ കയ്യിൽ പഴയ 10 രൂപ മുതൽ നിരോധിക്കപ്പെട്ട 500 രൂപ വരെയുള്ള അപൂർവമായ 7 നോട്ടുകളുടെ ഒരു ശേഖരമുണ്ട്. ഈ നോട്ടുകൾ ഇറങ്ങിയ വർഷം, അവയുടെ പ്രത്യേക നിറങ്ങൾ, കൂടാതെ ഓരോ നോട്ടിന്റെയും പിൻവശത്തെ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്ത്? അധികം ആരും ശ്രദ്ധിക്കാത്ത ഈ രഹസ്യങ്ങളും ചരിത്രവും കൃത്യമായി ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുകയാണ്. അശോക സ്തംഭമുള്ള പഴയ നോട്ടുകൾ മുതൽ ദണ്ഡി യാത്രയുടെ ചിത്രം പതിപ്പിച്ച 500 രൂപ നോട്ട് വരെയുള്ള ഈ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. 1. 500 രൂപ നോട്ട്. ഏറ്റവും മുകളിൽ ഇടതുവശത്ത്. ഏറ്റവും മുകളിൽ ഇടതുവശത്ത് കാണുന്നത് 500 രൂപയുടെ പഴയ നോട്ടാണ്. മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള ഈ സീരീസ് 1996-ലാണ് പുറത്തിറങ്ങിയത്. ഇതിന് മഞ്ഞയും ഒലിവ് ഗ്രീനും കലർന്ന നിറമാണുള്ളത്. നോട്ടിന്റെ മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. 2016-ലെ നോട്ട് നിരോധനത്തോടെയാണ് ഈ നോട്ട് വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ഇതിന്റെ പിൻവശത്ത് ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്രയുടെ ചിത്രമാണുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യ നടത്തിയ ഐതിഹാസികമായ പോരാട്ടത്തെയും ഐക്യത്തെയും പ്രതിനിധീകരിക്കാനാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2. 100 രൂപ നോട്ട്. ഏറ്റവും മുകളിൽ വലതുവശത്ത്. മുകളിൽ വലതുവശത്തായി കാണുന്നത് മഹാത്മാഗാന്ധി സീരീസിലുള്ള 100 രൂപ നോട്ടാണ്. 1996 മുതൽ പ്രചാരത്തിലുള്ള ഈ നോട്ടിന് നീലയും പച്ചയും കലർന്ന നിറമാണുള്ളത്. ഈ നോട്ടിന്റെയും മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. മുൻവശത്ത് ഗാന്ധിജിയുടെ ചിത്രവും പിൻവശത്ത് ഭാരതത്തിന്റെ ഗാംഭീര്യമായ ഹിമാലയ പർവ്വതനിരകളുടെ ചിത്രവുമാണുള്ളത്. രാജ്യത്തിന്റെ അതിരുകൾ കാക്കുന്ന കാവൽക്കാരനായും പ്രകൃതി സമ്പത്തിന്റെ പ്രതീകമായും ഹിമാലയത്തെ ആദരിക്കുന്നതിനാണ് ഈ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3. 50 രൂപ നോട്ട്. രണ്ടാമത്തെ നിരയിൽ ഇടതുവശത്ത്. രണ്ടാമത്തെ നിരയിൽ ഇടതുവശത്ത് കാണുന്നത് 1975 മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ 50 രൂപ നോട്ടാണ്. പിങ്ക് വയലറ്റ് നിറത്തിലുള്ള ഈ നോട്ടിന്റെ മുൻവശത്ത് ഗാന്ധിജിക്ക് പകരം അശോക സ്തംഭമാണുള്ളത്. ഇതിന്റെയും മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. നോട്ടിന്റെ പിൻവശത്ത് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രതീകമായ പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രമാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഇത് തെരഞ്ഞെടുത്തത്. 4. 50 രൂപ നോട്ട്. രണ്ടാമത്തെ നിരയിൽ വലതുവശത്ത്. രണ്ടാമത്തെ നിരയിൽ വലതുവശത്ത് കാണുന്നത് 1996-ൽ പുറത്തിറങ്ങിയ മഹാത്മാഗാന്ധി സീരീസിലെ 50 രൂപ നോട്ടാണ്. ഇതിന് അല്പം കൂടി വ്യക്തമായ വയലറ്റ് നിറമാണുള്ളത്. ഇതിലും മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. മുൻവശത്ത് ഗാന്ധിജിയുടെ ചിത്രമാണുള്ളത്. ഈ നോട്ടിന്റെ പിൻവശത്തും നമ്മുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ കരുത്ത് വ്യക്തമാക്കാനാണ് ഈ ചിത്രം തെരഞ്ഞെടുത്തിരിക്കുന്നത്. 5. 20 രൂപ നോട്ട്. മൂന്നാമത്തെ നിരയിൽ ഇടതുവശത്ത്. മൂന്നാമത്തെ നിരയിൽ ഇടതുവശത്ത് കാണുന്നത് 1972-ൽ പുറത്തിറങ്ങിയ പഴയ 20 രൂപ നോട്ടാണ്. ചുവപ്പും ഓറഞ്ചും കലർന്ന നിറമാണ് ഇതിനുള്ളത്. ഇതിന്റെ മുൻവശത്ത് ഗാന്ധിജിക്ക് പകരം അശോക സ്തംഭമാണുള്ളത്. ഇതിന്റെയും മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. നോട്ടിന്റെ പിൻവശത്ത് നമ്മുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പുരാതന വാസ്തുവിദ്യയുടെ ഡിസൈനുകൾ കാണാം. ഭാരതത്തിന്റെ സമ്പന്നമായ കലയെയും സംസ്കാരത്തെയും ഉയർത്തിക്കാട്ടാനാണ് ഇത്തരം ഡിസൈനുകൾ ഉൾപ്പെടുത്തിയത്. 6. 20 രൂപ നോട്ട്. മൂന്നാമത്തെ നിരയിൽ വലതുവശത്ത്. മൂന്നാമത്തെ നിരയിൽ വലതുവശത്ത് കാണുന്നത് 2001-ൽ പ്രചാരത്തിൽ വന്ന മഹാത്മാഗാന്ധി സീരീസിലെ 20 രൂപ നോട്ടാണ്. ഇതിനും ചുവപ്പും ഓറഞ്ചും കലർന്ന നിറമാണുള്ളത്. ഈ നോട്ടിന്റെയും മുകളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. മുൻവശത്ത് ഗാന്ധിജിയുടെ ചിത്രവും പിൻവശത്ത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ മൗണ്ട് ഹാരിയറ്റിലെ പ്രകൃതി ചിത്രവുമാണുള്ളത്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയെ അടയാളപ്പെടുത്താനാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തത്. 7. 10 രൂപ നോട്ട്. ഏറ്റവും താഴെ മധ്യത്തിലായി. ഏറ്റവും താഴെ മധ്യത്തിലായി കാണുന്നത് 1970-കളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പഴയ 10 രൂപ നോട്ടാണ്. ഇതിന്റെ മുൻവശത്ത് മഹാത്മാഗാന്ധിക്ക് പകരം നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭമാണുള്ളത്. തവിട്ടും ഓറഞ്ചും കലർന്ന നിറമാണ് ഈ നോട്ടിനുള്ളത്. നോട്ടിന്റെ മുകൾ ഭാഗത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് കാണാം. ഈ നോട്ടിന്റെ പിൻവശത്ത് കശ്മീരിലെ ശ്രീനഗറിലുള്ള ലോക പ്രശസ്തമായ ഷാലിമാർ ഗാർഡനിലെ ഒരു ചിത്രമാണുള്ളത്. ഭാരതത്തിന്റെ മനോഹരമായ ഉദ്യാന സംസ്കാരത്തെയും പൈതൃകത്തെയും പ്രതിനിധീകരിക്കാനാണ് ഈ ചിത്രം തെരഞ്ഞെടുത്തിരിക്കുന്നത്. പഴയ നോട്ടുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതിൽ പല നോട്ടുകളും ഇന്ന് അപൂർവമായി മാറിയെങ്കിലും ഇക്കൂട്ടത്തിൽ ഇന്നും നിലവിൽ കാണാൻ കഴിയുന്ന ചില നോട്ടുകളുമുണ്ട്. ഇവയോരോന്നും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെയും വളർച്ചയുടെയും ഭാഗമാണ്. നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും നോട്ടുകൾ ശേഖരത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ കൗതുകകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.